കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. 76,70,75,152 രൂപ വരവും 71,90,34,802 രൂപ ചിലവും 4,60,40,350 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് സാബു എബ്രഹാമാണ് അവതരിപ്പിച്ചത്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ പരാമർശിച്ചുകൊണ്ടായിരുന്നു സാബു എബ്രഹാം ബജറ്റ് അവതരണം ആരംഭിച്ചത്. കേരളത്തിന് ധനക്കമ്പി പെരുകി വരുന്നതും ഈ കമ്പി നികത്താനായി കൂടുതൽ വായ്പ എടുക്കേണ്ടി വരുന്നതും വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം വായ്പകളുടെ പലിശയും തിരിച്ചടവുമായി ചിലവഴിക്കപ്പെടുന്നതും കേരളത്തിന്റെ വികസനത്തിനെ പിന്നോട്ടടിക്കും എന്നതിൽ ഇരുപക്ഷമില്ല എന്ന യാഥാർത്ഥ്യം കൂടി ഉൾക്കൊള്ളേണ്ടതായിട്ട് വരും. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് അനുവദിക്കപ്പെടുന്ന തുക പൂർണ്ണമായി നൽകാതിരിക്കുന്നതും ട്രഷറിയിൽ സാമ്പത്തിക ഇടപാടുകൾക്ക് ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളും പദ്ധതി പ്രവർത്തനങ്ങളെ വലിയ തോതിൽ പിന്നോട്ടടിക്കുന്നുണ്ട്. പഞ്ചായത്തുകൾക്ക് അനിവാര്യ ചുമതലകൾ നിർവഹിക്കാൻ സംസ്ഥാന സർക്കാർ നൽകി വരുന്ന ജനറൽ പർപ്പസ് ഗ്രാന്റ് കഴിഞ്ഞ നിരവധി മാസങ്ങളായി നൽകാത്തതും പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രതിസന്ധിയിലെത്തിക്കും. ഇത്തരം നിരവധി ആശങ്കകൾക്ക് നടുവിലാണ് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ 10ാമത് ഭരണസമിതിയുടെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. നികുതി പിരിവ് ഊർജിതമാക്കി ചിലവുകൾ പരമാവധി കുറച്ചും മൂലധന നിക്ഷേപം പരമാവധി ഉയർത്തി അടിസ്ഥാന വികസനം ത്വരിതപ്പെടുത്തിയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും അതുവഴി വരുമാന വർധനവ് സാധ്യമാക്കുകയും ചെയ്യുന്ന ഒരു വികസന പരിപ്രേക്ഷ്യമാണ് ഈ പഞ്ചായത്ത് ബഡ്ജറ്റോടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് പഞ്ചായത്തിന്റെ സമഗ്ര വികസന സ്വപ്നങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നല്ല നാളെയുടെ സൃഷ്ടിക്കായി ഒറ്റക്കെട്ടായി അണിനിരക്കാം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ 2026-2027 സാമ്പത്തിക വർഷത്തെ വാർഷിക ബഡ്ജറ്റ് സമിതിക്ക് മുമ്പാകെ ചർച്ചകൾക്കും അംഗീകാരത്തിനുമായി സവിനയം സമർപ്പിക്കുന്നു. കൃഷി, മൃഗസംരക്ഷണം, വിദ്യാഭ്യാസം, ആരോഗ്യം, കലാസാംസ്കാരികം, സ്ത്രീ സുരക്ഷ, വയോജനക്ഷേമം, പട്ടികജാതി പട്ടികവർഗ വിഭാഗം, തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ളവയ്ക്ക് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. നെൽകൃഷി സംരക്ഷണം, വാഴകൃഷി, ഇഞ്ചി, മഞ്ഞൾ കൃഷി, ജലസേചന പമ്പ് സെറ്റുകൾ, തേനീച്ച വളർത്തൽ, കുരുമുളക് കൃഷി ഉൾപ്പെടെയുള്ളവയ്ക്ക് ബജറ്റിൽ തുക നീക്കിവെച്ചിട്ടുണ്ട്. മൃഗപരിപാലനം, ക്ഷീരവികസനം എന്നിവയ്ക്കായി മുന്തിയ പരിഗണന നൽകുന്ന ബജറ്റിൽ മുട്ടക്കോഴി വിതരണത്തിനായി 12,60,000 രൂപയും വിധവകൾക്ക് കോഴി വളർത്തൽ പദ്ധതിക്കായി 6 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി വിഭാഗക്കാർക്ക് കറവ പശു വിതരണത്തിനായി 4,50,000 രൂപയും പട്ടികവർഗ വിഭാഗത്തിന് 5,40,000 രൂപയും പൊതുവിഭാഗത്തിന് 25,20,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ ആടുവളർത്തൽ പദ്ധതിക്കായി 13,45,000 രൂപയും മൃഗാശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ 5 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വിവിധ പദ്ധതികളെ തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ട് 17,47,00,000 രൂപയുടെ പ്രവൃത്തികൾ നടപ്പിലാക്കുമെന്നും ബജറ്റിൽ പറയുന്നു. വിദ്യാഭ്യാസം, കലാ സാംസ്കാരികം പദ്ധതികൾക്കായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. LP, UP സ്കൂൾ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് ഇതിൽ പ്രധാനം. ഇതിനായി 6,20,000 രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. പ്രതിഭാസംഗമം പദ്ധതിക്കായി 5 ലക്ഷം രൂപയും വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നതിനായി 12,40,000 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായ ബിരുദ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് പദ്ധതിക്കായി 5,50,000 രൂപയും സ്കൂളുകളുടെ അറ്റകുറ്റപ്പണികൾക്കായും തുക വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ അലോപ്പതി, ആയുർവേദ, ഹോമിയോ ആശുപത്രികൾക്ക് മരുന്ന് വാങ്ങുക, പകർച്ചവ്യാധി പ്രതിരോധം, പാലിയേറ്റീവ് പരിചരണം പദ്ധതികൾക്കും തുക വകയിരുത്തിയിട്ടുണ്ട്. പൊതുകുളങ്ങൾ, കിണറുകൾ എന്നിവയുടെ നവീകരണത്തിനും ബജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട്. ലൈഫ് പാർപ്പിട പദ്ധതിയിൽ പൊതുവിഭാഗത്തിന് 99,47,500 രൂപയും പട്ടികജാതി വിഭാഗത്തിന് 80,72,200 രൂപയും പട്ടികവർഗ വിഭാഗത്തിനായി വീട് വയ്ക്കുന്നതിനും ഭൂമി വാങ്ങുന്നതിനും വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്കുമായി 75 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വനിതാക്ഷേമം, ശുചിത്വം, മാലിന്യ സംസ്കരണം, അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ളവയ്ക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കുളത്തൂപ്പുഴയുടെ സമഗ്ര വികസന ലക്ഷ്യമിട്ടുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് സാബു എബ്രഹാം അവതരിപ്പിച്ചതെന്ന് പ്രസിഡന്റ് M. സൈനബ ബിവി പറഞ്ഞു. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.